ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കേരളീയ സംസ്കൃതിയിലും ഭാരതീയ പൈതൃകത്തിലും ഏറെ സംഭാവനകൾ നൽകിയവരാണ് കരകൗശല വിദഗ്ധർ. ഇന്ത്യയുടെ അനന്യമായ കലാപാരമ്പര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നമ്മുടെ കരകൗശല വിദഗ്ധരുടെ സർഗശേഷിയെ അടുത്തറിയാനും അവരിലെ സർഗവൈഭവത്തെ പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് കൈത്താര എന്ന പേരിൽ PM വിശ്വകർമ്മ കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശന വിപണന മേള കോഴിക്കോട്ട് നടക്കുകയുണ്ടായി. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് മേളയിൽ തങ്ങളുടെ കരകൗശല ഉൽപ്പന്നങ്ങളുമായി എത്തിയത്. പൊതുജനങ്ങൾക്ക് ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ സർഗശേഷിയെ അടുത്തറിയാനും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമുള്ള അപൂർവ അവസരമായിരുന്നു കൈത്താര ഒരുക്കിയത്. എൻ്റെ പേര് ശിവദാസൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കുഴിമണ്ണ പഞ്ചായത്തിലെ പുളിയക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് വരുന്നത്. ഇവിടെ PM വിശ്വകർമ്മയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ്. ഇതുപോലത്തെ പല മേളകളും കാണാറുണ്ട്, പോകാറുണ്ട്, സാധനങ്ങൾ പറ്റെങ്കിൽ വാങ്ങുന്നുണ്ട്. ഇത് പിന്നെ ഞങ്ങളെ കുലത്തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മേള ആയതുകൊണ്ട് കൂടുതൽ സാമ്പത്തികമല്ല ഉദ്ദേശിച്ചത്. മേളയിൽ പങ്കെടുക്കുക, കുറേ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കുക, പുതിയ പ്രൊഡക്റ്റുകളെ പറ്റി മനസ്സിലാക്കുക. ഞാനൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്യുന്നൊരു തൊഴിലാണ് ആശാരിപ്പണി. അപ്പോൾ അതിൽ നമ്മളെ കഴിവിനനുസരിച്ചുള്ള നല്ല മരങ്ങൾ, അതേപോലെ നല്ല പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഈ മേളയിൽ അത് വിറ്റഴിക്കാൻ കഴിയുമോ എന്നുള്ളത് സത്യത്തിൽ അതൊരു തോന്നുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നടക്കും തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് വേണ്ടത് വില കുറഞ്ഞ സാധനങ്ങളാണ്. പക്ഷെ ഞങ്ങൾ വിശ്വകർമ്മജർ എന്നുള്ള പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലായതുകൊണ്ട് ക്വാളിറ്റിയാണ് ഇതിനെ നോക്കിയത്. നല്ല മരം, നല്ല വർക്ക്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ റേറ്റിലും മാറ്റം വരുമല്ലോ. ജനങ്ങളും കൂടെ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മേളയായിട്ട് മാറും. ഇതിപ്പോൾ PM വിശ്വകർമ്മയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു, മൂന്നാമത്തെയാണ് കോഴിക്കോട്. ഇനിയിപ്പോൾ തിരുവനന്തപുരമാണ് ബാലൻസ് ഉള്ളത്. ക്ഷണിക്കപ്പെട്ടാൽ അവിടെയും പോകണമെന്ന് ആഗ്രഹിക്കണം. പക്ഷേ ഇതേപോലെ ജനങ്ങളെ കഴിയുന്നുള്ളൊരു സഹകരണം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിൽ എത്തുള്ളതാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ വിശ്വകർമ്മജർ എന്നുള്ള നിലയ്ക്ക് അവരറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പ്രത്യേകിച്ച് ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് സംഘടന, ആർട്ടിസാൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഒറിജിനലായിട്ട് സത്യത്തിൽ ഈ വിഭാഗം ആളുകൾ അറിയുന്നില്ല. അറിയുന്ന ആളുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു മടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ലോകം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളെ മേഖലയിൽ. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിലും വിശ്വകർമ്മജർ എന്നുള്ള പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ ആശാരി, മൂശാരി, തട്ടൻ, പെരിങ്കല്ലൻ, ശില്പി, ഈ 5 ആളുകളാണ്. പക്ഷേ ഈ പദ്ധതിക്കകത്ത് 18 തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അത് പിന്നെ പല കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു കാര്യമാണെന്നുള്ളതാണ് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ ലോകത്തിൽ ഫർണിച്ചർ, ഈ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്. അതായത് 0.6% നമ്മളെ കാര്യം. അതേസമയത്ത് ചൈന 37%, അവരാണ് ഇപ്പോൾ ഇത് അടക്കി വരിക്കുന്നത്. അതേപോലെ മറ്റുള്ള കുറേ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും നമ്മളെക്കാൾ എത്രയോ മല്ല. 140 കോടി ജനങ്ങളുള്ള ഇടയിൽ വിശ്വകർമ്മജരായിട്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഒന്നും ചെയ്യണില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെന്നല്ലാതെ മറ്റുള്ള ഒരു ബിസിനസ് മേഖലയിലോ അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്. പിന്നെ ഇതിനൊക്കെ മാറ്റം വരുമെന്ന് വിചാരിക്കുക. മേള കൊണ്ട് മെച്ചമുണ്ടാവും തന്നെ വിചാരിക്കണം. കരങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കരകൗശല തൊഴിലാളികൾക്കും വിദഗ്ധർക്കും കൃത്യമായ വരുമാനം നൽകുക, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വിപണി ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് PM വിശ്വകർമ്മ എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. 18 തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കരകൗശല വിദഗ്ധരെയും തൊഴിലാളികളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരപ്പണിക്കാർ, ബോട്ട് മേക്കർ, കച്ചവടം, കവചം, പടച്ചട്ട, ആയുധം ഇവ നിർമ്മിക്കുന്നവർ, ലോഹപ്പണി ചെയ്യുന്നവർ, ചുറ്റിക, ടൂൾ കിറ്റ് നിർമ്മാതാക്കൾ, പൂട്ടുണ്ടാക്കുന്നവർ, ശില്പികൾ, സ്വർണം, വെള്ളി ഇവയിൽ ജോലി ചെയ്യുന്നവർ, മൺപാത്ര തൊഴിലിൽ ഏർപ്പെടുന്നവർ, കല്ല് പൊട്ടിക്കുന്നവർ, കല്ല് കൊത്തുന്നവർ, ചെരുപ്പ്, പാദരക്ഷ തുടങ്ങിയവ ഉണ്ടാക്കുന്നവർ, നന്നാക്കുന്നവർ, മേസ്ത്രി, കുട്ട, പായ, ചൂല് ഇവയുണ്ടാക്കുന്നവർ, കയർ നെയ്ത്തുകാർ,
പരമ്പരാഗത പാവ കളിപ്പാട്ട നിർമ്മാതാക്കൾ, ബാർബർമാർ, മാല കോർക്കുന്നവർ, അലക്കുകാർ, തയ്യൽക്കാർ, മത്സ്യബന്ധന വല ഉണ്ടാക്കുന്നവർ, ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള 30 ലക്ഷം വിദഗ്ധർ ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. കലാരംഗത്തെ നിത്യവിസ്മയങ്ങളായി മാറിയ കലാകാരന്മാർക്ക് തങ്ങളുടെ കല അഭ്യസിക്കുന്നതിലൂടെ കൃത്യമായ വരുമാനമുണ്ടാവുകയും മാന്യമായ ജീവിതം സാധ്യമാക്കുക എന്ന വലിയ സങ്കല്പത്തിലൂന്നിയാണ് ഇത്തരം പ്രദർശന മേളകൾ നടക്കുന്നത്. അതിനാവശ്യമായ പിന്തുണയാണ് PM വിശ്വകർമ്മ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. എൻ്റെ പേര് ബാബു, കക്കോടി, കിഴക്കേടത്ത് വീട്, പൂവത്തൂർ ക്ഷേത്രം. പരമ്പരാഗത ഈ കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളിയാണ് ഞാൻ. ഇതിൽ ചേർന്നതിന് ശേഷം എനിക്കൊരു സ്റ്റാൾ തന്നു. അത് ഫ്രീ ആയിട്ടാണ്, ഭക്ഷണവും ഫ്രീ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് സെയിൽ ചെയ്യാം, അത് ക്യാഷ് എടുക്കാം. പക്ഷെ സംരംഭം എന്ന് പറഞ്ഞാൽ നല്ലൊരു സംരംഭമാണ്. പക്ഷെ ഇതിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കിപ്പോൾ കളിമണ്ണ് ലഭ്യത ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ ആളുകൾ ഒന്ന് വാങ്ങാൻ പഠിക്കും. പറഞ്ഞാൽ ഇതിപ്പോൾ സ്റ്റാളിൽ കണ്ടമാനം സാധനങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തർ അതിൻ്റെ വിലയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു സെയിലും ഇല്ല. ഇന്നിപ്പോൾ ശനി ഞായറായതിനെ കൊണ്ട് ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട്, കച്ചവടം ആവും എന്നത്. ഓഫീസേഴ്സൊക്കെ നല്ലൊരു ഇതാണ് നമുക്ക് ചെയ്യുന്നത്. കാരണം അവർ കഴിയുന്നതും ആകാശവാണി, പിന്നെ FM, പിന്നെ പരസ്യങ്ങൾ ഒക്കെ നല്ല ഇതിൽ കൊടുത്ത് കഴിയുന്ന ആളെങ്ങോട്ട് വരുത്താനുള്ള ഏർപ്പാടൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് നല്ല ഇത് കിട്ടുന്നുണ്ട്. കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭക മന്ത്രാലയത്തിന്റെ MSME കീഴിലുള്ള ഡെവലപ്മെന്റ് കമ്മീഷണറുടെ ഫീൽഡ് ഓഫീസാണ് തൃശൂരിൽ പ്രവർത്തിക്കുന്ന MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ്. ഈ ഭാഗങ്ങളിലുള്ള കരകൗശല വിദഗ്ധരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. എൻ്റെ പേര് ലജിത. മിനിസ്ട്രി ഓഫ് MSMEയുടെ തൃശ്ശൂരിലുള്ള സംസ്ഥാനതല ഓഫീസായ MSME ഡെവലപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. മിനിസ്ട്രി സംരംഭകരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയ പദ്ധതിയാണ് PM വിശ്വകർമ്മ പദ്ധതി. PM വിശ്വകർമ്മ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കരകൗശല വിദഗ്ധരുടെയും കൈത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെയും ഉന്നമനത്തിനും അവരുടെ പ്രൊമോഷനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു സ്കീമിൻ്റെ ഭാഗമായി രാജ്യത്താകമാനം 30 ലക്ഷത്തോളം കരകൗശല വിദഗ്ധർ ഈ ഒരു സ്കീമിൻ്റെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ചെറിയൊരു കാലയളവിൽ കൊണ്ട് തന്നെ ഒരു ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത്രയധികം കരകൗശല വിദഗ്ധർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും അവർ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതും ഈ ഒരു പദ്ധതിയുടെ സ്വീകാര്യത വെളിപ്പെടുത്തുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് PM വിശ്വകർമ്മ ബെനിഫിഷ്യറീസിന് ലഭിക്കുന്ന സഹായങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് അവർക്ക് സർക്കാർ തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. 3 തലത്തിലുള്ള വെരിഫിക്കേഷന് ശേഷം ദേശീയ തലത്തിൽ നിന്നും ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നൈപുണ്യം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, വളരെ മികച്ച രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നൽകുന്നു. കൂടാതെ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ്, അത് അവരുടെ ജോലി എളുപ്പമാക്കുക മാത്രമല്ല അവരുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിൽ കൂടെ ഉള്ള ഒരു ട്രെയിനിങ്ങും ടൂൾ കിറ്റും നൽകുന്നുണ്ട്. വൺസ് ഈ ഒരു ട്രെയിനിങ് കിട്ടുന്നു, അതുപോലെ ടൂൾ കിറ്റ് ലഭ്യമായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ നിലവിലുള്ള മേഖല വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും വളരെ കുറഞ്ഞ പലിശയിൽ ആദ്യത്തെ ഒരു ഗഡുവായിട്ട് 1 ലക്ഷം രൂപ വായ്പ കിട്ടുന്നു. ആ 1 ലക്ഷം രൂപ തിരിച്ചടച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് 2 ലക്ഷത്തോളം വായ്പ ലഭ്യമാണ്. അങ്ങനെ ഒരു 3 ലക്ഷം വായ്പ ഈ PM വിശ്വകർമ്മ ബെനിഫിഷ്യറീസിന് ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ അവരുടെ വിപണനത്തിന്, അവരുടെ പ്രൊഡക്റ്റുകളുടെ വിപണനത്തിന് സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് മേളകൾ, സൗജന്യമായിട്ടുള്ള മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു മേളകളിൽ അവർക്ക് വന്ന് പങ്കെടുക്കാം. പല മേളകളിലും അവരുടെ യാത്രാഭത്തയും അതുപോലെ താമസ സൗകര്യങ്ങളും എല്ലാം ഗവൺമെൻറ് തന്നെയാണ് വഹിക്കുന്നത്. ആ മേളയിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അത്തരത്തിലൊരു മേള
കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഒരു മേളയിലും 50ഓളം കരകൗശല വിദഗ്ധർ അവരുടെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരികയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും ഒരു വിപണനം എന്നതിനേക്കാൾ ഉപരി ആ ഒരു മേളയെ കണ്ടത് മറ്റുള്ളവർക്ക് മുൻപിൽ അവരുണ്ടാക്കിയ വസ്തുക്കൾ പ്രദർശിപ്പിക്കാനും അത് കണ്ട് പൊതുസമൂഹത്തിലൊരു സ്വീകാര്യത അവരുടെ ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതും അവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള മേളകൾ അവർക്ക് മറ്റുള്ളവരുമായിട്ട് അതേ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെടാനും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഈ മേള അവരെ സഹായിച്ചിട്ടുണ്ട്. വൈവിധ്യമാർന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാന്യമായ വേതനവും ജീവിത സാഹചര്യവും ഉണ്ടായേ പറ്റൂ. ഇതിനു സഹായകമായ മനോഭാവം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുമ്പോഴേ ശരിയായ രീതിയിൽ ഈ ധന്യ കരകൗശല പാരമ്പര്യം നിലനിൽക്കുകയുള്ളൂ. കൈത്താര പോലുള്ള പ്രദർശനങ്ങൾ ആ ഒരു അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. നിർവഹണ സഹായം അഖിൽ കെ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.